ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മസാല പരിപ്പ് കറി. ഞാനിത് സാധാരണ കുക്ക് ചെയ്യാൻ നല്ല മടിയുള്ള സമയത്ത് ഉണ്ടാക്കുന്ന കറിയാണ്. കാരണം ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബാച്ചിലേഴ്സിനായാലും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആയാലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണിത്. ഇത് ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഈ മസാല പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ മസാലപ്പരിപ്പ് കറി ഞാൻ സാധാരണ 3 പരിപ്പുകൾ ചേർത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് ആദ്യം നമുക്ക് ആവശ്യമുള്ള പരിപ്പുകളൊക്കെ ചേർക്കാം. ഞാനിതിങ്ങനെ കയ്യിലാണ് അളന്ന് കാണിക്കുന്നത്. ഞാൻ സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ കാണിക്കുവാണ്. ഇതുപോലെ 2 പിടി പച്ചപ്പരിപ്പ്, നമ്മൾ സദ്യക്കൊക്കെ ഉള്ള പരിപ്പ് കറി അല്ലെങ്കിൽ തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പച്ചപ്പരിപ്പ് 2 പിടി. പിന്നെ വേണ്ടത് 2 പിടി സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തോരൻ പരിപ്പ്. ഇനി വേണ്ടത് 1 പിടി കടലപ്പരിപ്പ്. നമ്മൾ പായസം വെക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പാണിത്. ഇനി നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ തോരൻ പരിപ്പും പച്ചപ്പരിപ്പും മാത്രം വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. പക്ഷേ കടലപ്പരിപ്പ് ചേർക്കുമ്പം കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പെല്ലാം 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കറി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ച പരിപ്പിട്ട് കൊടുക്കാം. പിന്നെ ഈ പരിപ്പുകളൊന്നും നിങ്ങൾ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ വെന്ത് കിട്ടും. ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയല്ലേ. ഇനി ഇതിലേക്ക് സവോള ചേർക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവോളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്നത് കുറച്ചും കൂടി ചെറിയ സൈസിലുള്ള സവോള ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഒരു ചെറുത് എടുത്താൽ മതി. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കറക്റ്റ് ഷേപ്പിലൊന്നും മുറിക്കണമെന്നില്ല, കാരണം കുക്കറിൽ വേവിക്കുമ്പം അത് വെന്തങ്ങ് ഉടഞ്ഞോളും. ജസ്റ്റ് ഒന്ന് ചെറിയ പീസായിട്ട് മുറിച്ചിട്ടാൽ മതി. ഇത് സവോള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു തക്കാളി ചേർക്കാം. ഇതുപോലെ ഒരു ചെറിയ തക്കാളി മതി, വലുതാണെങ്കിൽ 1ന്റെ പകുതി ചേർത്താൽ മതി. ഈ തക്കാളിയും നമ്മൾ സവോള ചേർത്ത പോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഒരുപാട് വേണ്ട, കാരണം പരിപ്പ് കറിയാണല്ലോ, അപ്പം വളരെ ചെറുതായിട്ടൊരു ഫ്ലേവർ മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ വെളുത്തുള്ളി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, 2-3 എണ്ണം ചേർക്കാം. പക്ഷേ ഇതങ്ങനെ ഒത്തിരി എരിവുള്ളൊരു കറിയല്ല, ചെറുതായിട്ടൊരു എരിവേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ ഈ കറി കുറച്ച് കുറുകിയിരിക്കണം. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാണ് വേണ്ടത്. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നിങ്ങൾ കുക്കർ തുറക്കുന്ന സമയത്ത് പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ആ സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതാണ് നല്ലത്, കാരണം ആദ്യമേ വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസായി പോകണ്ട. ഇതിലേക്ക് നമുക്കിനി പൊടികളും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഗരം മസാലയുടെ അളവ് വളരെ കുറച്ച് മതി, 2-3 പിഞ്ച് മതി. ഇത് 1/4 ടീസ്പൂൺ പോലും ഇല്ല, കാരണം മസാലയുടെ ഫ്ലേവർ കൂടിപ്പോയി കഴിഞ്ഞാൽ കൊള്ളില്ല. പരിപ്പ് കറിയാണ്, വളരെ ചെറുതായിട്ടൊരു ഫ്ലേവർ മാത്രം മതി അതിൽ. അപ്പോൾ ഒരു 2-3 നുള്ള ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വേവിക്കും. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വേവിക്കാം. വീണ്ടും തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇടാം. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് പോയിട്ട് തുറന്നാൽ മതി. ഈ പരിപ്പെല്ലാം നന്നായിട്ട് വെന്തുടയണം, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ പരിപ്പെല്ലാം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. ആ സവോളയും തക്കാളിയൊക്കെ അതിനകത്ത് അങ്ങ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത് ഒരു സ്പൂൺ വെച്ച് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ അങ്ങ് ഉടഞ്ഞോളും. ഈ ഒരു പരുവത്തിലാണിത് വേണ്ടത്. ഇതിലും ലൂസായി കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പരിപ്പിനനുസരിച്ച് ചിലപ്പോൾ ഈ ആവശ്യമുള്ള വെള്ളത്തിൻ്റെയും വേവിക്കാനെടുക്കുന്ന സമയത്തിലൊക്കെ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ തുറക്കുന്ന സമയത്ത് ഇത്രയും ഗ്രേവി ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ചൂട് വെള്ളം ഒഴിച്ചിട്ട് 2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കുറച്ച് നേരം ഞാൻ ആ സ്പൂണിട്ടൊന്ന് ഇളക്കിയപ്പോൾ കണ്ടോ, ആ പരിപ്പെല്ലാം അങ്ങ് വെന്ത് ചേർന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഉടഞ്ഞ് ചേർന്നു കറിയിലോട്ട്. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതിനകത്തൊന്ന് താളിച്ച് ചേർക്കണം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക്
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത്രയും മതി, ചെറിയ ഉള്ളിയുടെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് പരിപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി മസാല പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനിന്നിപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. അതല്ലാതെ ചപ്പാത്തിക്കും പുട്ടിനും നല്ലൊരു കോമ്പിനേഷനാണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ ആയാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് സമയവും എടുക്കില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മസാല പരിപ്പ് കറി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിലായാലും പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് കേടാവും. 2 ദിവസത്തേക്ക് ഉപയോഗിക്കാം. അതായത് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയും കൂടി എടുക്കാം, അത്രേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കേടായിപ്പോവും. അപ്പോൾ ഈ മസാലപ്പരിപ്പ് കറി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.